അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ചെറിയ ഉള്ളി, കുഞ്ഞനുള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഉള്ളി ധാരാളം ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഉള്ളി വെച്ചിട്ട് ഒരു ലേഹ്യം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 250 ഗ്രാം ഈത്തപ്പഴം ചേർക്കുന്നുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് നല്ല കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം ചേർക്കണമെന്നൊന്നുമില്ല, ചേർത്താൽ ശരീരത്തിന് ഇത്തിരി കൂടി നല്ലതുമാണ്, ശരീരപുഷ്ടിക്കൊക്കെ ബെസ്റ്റാണല്ലോ, അതുകൊണ്ട് ചേർക്കണമെന്ന് മാത്രം. ഇനി അതിലേക്ക് ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 100 ഗ്രാം കാഷ്നട്ടും ഒരു 100 ഗ്രാം ബദാം കൂടി എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകവും 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 4 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി 2 തേങ്ങയുടെ പാലാണ് വേണ്ടത്. 1 ഗ്ലാസ് 1-ാം പാലും 1.5 ഗ്ലാസ് 2-ാം പാലും 1.5 ഗ്ലാസ് 3-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ആദ്യം ചെയ്യേണ്ടത് ഉള്ളി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് തന്നെ ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ഒട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അതിന് പകരമായിട്ട് 3-ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞ ശേഷം ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് നമുക്ക് പഴയൊരു പാന് വെച്ചിട്ട് ബദാമും കാഷ്നട്ടും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം വറവാവൊന്നും വേണ്ട, ഒന്ന് ചൂട് കയറിയാൽ മതി. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം, ചൂട് കയറിയതിന് ശേഷം നമുക്ക് അത് ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് ആ പാനിലോട്ട് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ജീരകവും ഉലുവയും ഏലക്കയുടെ കുരും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം, തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ജീരകം ഉലുവയൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി എല്ലാം ചൂടാറിയതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നല്ലോണം പൊടിയൊന്നും വേണ്ട, ചെറുതായിട്ടൊരു തരിതരിയൊക്കെ ഉണ്ടായിക്കോട്ടെ. അത് നമുക്ക് ലേഹത്തിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അടിക്കണത് അതൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. കല്ലും വേസ്റ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഈത്തപ്പഴമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്തിട്ട് ഇങ്ങനെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാനൊരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഞാനിവിടെ അരച്ചെടുക്കണമൊന്നുമില്ല, നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ട് കിട്ടി. ഇനി വേണ്ടത് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ടൊരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല പശു നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇത് ഉള്ളി ഈത്തപ്പഴത്തിൻ്റെ കൂട്ട്, നല്ല പേസ്റ്റ് രൂപത്തിലുള്ള കൂട്ട് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളക്കുന്നത് വരെ, തിള വരുന്നത് വരെ നെയ്യിൽ ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നതിന് ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. നെയ്യിലൊക്കെ കടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ 3-ാം പാൽ നമ്മൾ നേരത്തെ ഉള്ളിയും ഈത്തപ്പഴം കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-ാം പാൽ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് 5 മിനിറ്റിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ വെച്ച് തന്നെ അടുത്തുനിന്ന് മാറാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കുക. ഇത് നീ അടുത്തുനിന്ന് മാറാണ്ട് ഇളക്കിയിരിക്കുക, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുള്ളൂ. മുമ്പൊക്കെ പ്രസവരക്ഷാ മരുന്നായിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ പ്രസവിച്ചെടുക്കുന്നവർക്ക് മാത്രമല്ല, വിളർച്ച, രക്തക്കുറവുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് കഴിക്കാം. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ ഇത് കൊടുത്ത് തുടങ്ങാം. വിശപ്പില്ലായ്മക്കൊക്കെ ഉത്തമ പരിഹാരം കൂടിയാണിത്. 2 നേരം ഭക്ഷണ ശേഷം ഓരോ സ്പൂണ് കഴിക്കാൻ കൊടുത്താൽ മതി. പിന്നെ ഇത് കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കരുത്, പെട്ടെന്ന് കേടുന്ന് വരുന്നൊരു സംഭവം കൂടിയാണ്. പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 4 ദിവസം, ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ 1 മാസം വരെയുള്ളൂ ഇത് പോവുക.
ഇനി ഇതിലായിട്ട് നമുക്ക് പൊടിച്ച് വെച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും ബദാമും ചെറിയ ജീരകം ഉലുവ ഏലക്ക എല്ലാം കൂടി പൊടിച്ച് വെച്ച പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, വൈദ്യശാലകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ അതിൽ മരുന്നൊക്കെ ഒരുപാട് മരുന്നൊക്കെ ചേർത്തിട്ട് അത് കഴിക്കാൻ പറ്റിയൊരു മരുന്നിൻ്റെ ഒക്കെ ഒരു കുത്തലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അധിക സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും. ഇത് പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിൽ ചേർക്കാനൊരു മരുന്നുണ്ട്, അത് വൈദ്യശാലയിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ അത് ഇളക്കി കൊടുക്കാൻ. ഇനി നിർത്തണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു മണിക്കൂറെങ്കിലും ഇത് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉറക്കക്കുറവുള്ളവർക്കും ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ അത് കൊടുത്താൽ വിശപ്പും ഉറക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തമ മരുന്നും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാണ്ട് ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ കേടരാനുള്ള നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ അധികം ഒന്നും പോവില്ല. അപ്പം നല്ല കുറുകി വരുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. നല്ലോണം പൊട്ടിത്തെറിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നിങ്ങളുള്ളൊരു കയ്യിലിട്ടിട്ട് വേണം അത് ഇതാക്കുക, അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കുള്ളൂ. തിള വരുമ്പോൾ ഇതിങ്ങനെ തെറിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം നമ്മൾ 5 സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇളക്കൽ നിർത്താം. അപ്പോൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് കിട്ടുന്നുണ്ട്. ഒരു ലേഹത്തിൻ്റെയൊക്കെ ഒരു രൂപമായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കട്ടിയാവുന്ന കേട്ടോ. അപ്പം മധുരവും എല്ലാം അതിൽ പാകത്തിനാണ്. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ കഴിച്ചോളും, അത്രയും ടേസ്റ്റും കൂടിയാണിത്. കഴിക്കാനൊന്നും മടി ഉണ്ടാവില്ല കുട്ടികൾക്കൊന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ വെള്ളമൊന്നും നനവൊന്നും ഇല്ലാണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓളന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.